ഹായ്, പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ആൽബിച്ചാനും റോബിച്ചാനും കൂടി സംസാരിക്കുകയാണ്. നമുക്ക് കുളത്തൂപ്പുഴയ്ക്കൊന്ന് പോയാലോ, ലാലിച്ചനെ കണ്ടിട്ട് നമുക്കൊന്ന് സംസാരിച്ചാലോ, ആ പെണ്ണിനെ അവിടെ നിന്ന് ഇറക്കി വിടാൻ പറഞ്ഞാലോ. അപ്പോൾ റോബിച്ചാൻ പറയുന്നുണ്ട്, നമ്മളങ്ങോട്ട് ചെന്നിട്ട് ഈ കാര്യം പറഞ്ഞാൽ മതി, ലാലിച്ചൻ നമ്മളെ ഇറക്കി ആട്ടി വിടുന്നു. അപ്പോൾ ആൽബിച്ചായും പറയുന്നുണ്ട്, അങ്ങനെ ചെന്നിട്ട് നേരിട്ട് പറയലല്ല, നമുക്ക് അവളെ ഒന്ന് വിളിച്ച് വരുത്തി മാറ്റി നിർത്തി കാര്യം പറയാം, ഒന്ന് ഭീഷണിപ്പെടുത്താം. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും പള്ളി വികാരിയും 100 കണക്കിന് റിലേറ്റീവ്സും അത് നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും, നിനക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയാന്ന്. അപ്പോൾ റോബിച്ചൻ പറഞ്ഞിട്ട് അത് ശരിയാ, അവളെ ഭീഷണിപ്പെടുത്തി അവളുടെ സ്വന്തം ജീവൻ മതി, ഇവിടെ എനിക്ക് ആരും സപ്പോർട്ടില്ല എന്ന് പറഞ്ഞ് അവൾ ഇവിടുന്ന് ഓടിക്കോളും. ഇതിനിടയ്ക്ക് ആൻസി വന്നിട്ട് പറയുന്നുണ്ട്, റാണി മോൾക്ക് ടോണീനെ കാണണമെന്ന് പറയുന്നുണ്ട്, ഒന്ന് ഫോൺ ചെയ്ത് വിളിച്ച് വരുത്തുമെന്ന് ചോദിക്കുന്നുണ്ടെന്ന്. അപ്പോൾ റോബിൻ ചോദിക്കുന്നുണ്ട്, ടോണീനെ ഞങ്ങൾ കയ്യിൽ പിടിച്ചടക്കല്ലേ, നീ പറയുമ്പോൾ എടുത്ത് തരാമെന്ന്. ആൽബിക്ക് ഭയങ്കര ദേഷ്യമുണ്ട്. ആൽബി ഇരുന്നോടത്തുനിന്ന് എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, നിന്നെ അവൻ ഉപേക്ഷിച്ച് പോയില്ലേ, പിന്നെ നീ വിളിക്കുമ്പോൾ അവൻ വരാൻ നിൽക്കാം എന്ന്. അപ്പോൾ ഷെറിൻ പറയുകയാണ്, ടോണിച്ചായൻ എന്നെയല്ലേ ഉപേക്ഷിച്ചത്, ഞാൻ ടോണിച്ചായനെ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ, നിങ്ങളൊന്ന് ഫോൺ ചെയ്ത് തന്നാൽ മതി, ഞാൻ ടോണിച്ചായനെ വിളിച്ച് വരുത്തിയിട്ട് ടോണിച്ചായൻ്റെ കൂടെ പോയിക്കോളാന്ന്. അപ്പോൾ ആൽബി പറയുന്നുണ്ട്, നീ ആരുടെ കൂടെ പോണത്, നിന്നെ അവൻ്റെ കയ്യിൽ ഞങ്ങൾ പിടിച്ചേൽപ്പിച്ചതല്ലേ, ഏറ്റവും നല്ലൊരു ചെക്കനെ കണ്ടെടുത്തി ഞങ്ങൾ നിന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടില്ലേ, ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു ചെക്കനെ, അവൻ പൊന്നു പോലെയല്ലേ നിന്നെ നോക്കിയതും, കോഹിനൂർ രത്നം പോലെയല്ലേ നിന്നെ അവൻ കയ്യിൽ കൊണ്ടുപോയി നടന്നിരുന്നത്, അത് തട്ടിത്തെറിപ്പിച്ചിട്ട് നീ നിൻ്റെ കുഞ്ഞിനെ അന്വേഷിച്ച് പോയത് കൊണ്ടല്ലേ നിനക്ക് നിൻ്റെ ഉള്ള ജീവിതം ഈ നാശമായി പോയത്. ബുദ്ധിയുള്ള പെണ്ണുങ്ങളായിരുന്നെങ്കിൽ ആ ജീവിതം സന്തോഷത്തോടെ ജീവിക്കുക ചെയ്യുക, നീ എന്താ ചെയ്തത്, നീ നിൻ്റെ കുഞ്ഞിനെ അന്വേഷിച്ച് പോയി, അതുകൊണ്ടല്ലേ അവൻ നിന്നെ അവിടെ കൊണ്ടുവന്നാക്കി പോയത്, ഇനി വിളിച്ചാലൊന്നും അവൻ വരില്ല, നിന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ അവൻ നിന്നോട് കൊണ്ടുവന്നാക്കിയിട്ട് പോവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷെറിൻ പറയുന്നുണ്ട്, ടോണിച്ചായന് ഇപ്പോഴും എന്നോട് സ്നേഹം തന്നെയാണ്, എൻ്റെ കുഞ്ഞിനെ കണ്ടുപിടിച്ച് തരാമെന്ന് ടോണിച്ചായൻ പറയുന്നുണ്ടെന്നും. അപ്പോൾ അവർ പറയും, അവ ഇപ്പം നിൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് തരാൻ പോവുക, നല്ലൊരു ജീവിതം കിട്ടിയിട്ട് അത് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞ കഴുതിയാണ് നീ എന്നൊക്കെ ഷെറിനെ പറയുമ്പോൾ ഷെറിൻ ആൽബിനെ പറയുന്നുണ്ട്, ഒന്ന് പോടാന്ന്. അപ്പോൾ ആൽബി തല്ലാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആൻസി തടുക്കുന്നുണ്ട്. ആൻസി എന്നിട്ട് പറയുന്നുണ്ട്, ആൽബിച്ചായനും ബുദ്ധിയില്ലാണ്ടായോ, അവളെന്തിനാ തല്ലാൻ പോണെന്നൊക്കെ പറഞ്ഞിട്ട് ആൻസി അവളെയും കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അലീനേനെയാണ്. അലീന ചെടികളൊക്കെ നനയ്ക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒപ്പം വന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ വേണ്ട കുഞ്ഞ്, ഇതൊക്കെ ഞാൻ ചെയ്തോളാം, കേണൽ സാബ് കണ്ട എനിക്ക് ചീത്ത കേൾക്കുന്നു. അപ്പോൾ അലീന പറയുന്നുണ്ട്, കേണൽ സാബ് കണ്ട എന്താ കുഴപ്പം, പറയണം, ആ കൊച്ചെന്നെ നിർബന്ധിച്ച് വാങ്ങിച്ച് ചെയ്യാന്നുള്ളത്, ഇതൊക്കെ രാവിലെ ചെയ്യേണ്ടതല്ല എൻ്റെ പേട്ട, ചെടികളൊക്കെ വാടി തുടങ്ങിയല്ലോ, ഇന്നലെയും ചെയ്തിട്ടില്ലയെന്ന്. അപ്പോൾ എൻ്റെ ഒപ്പം പറയുന്നുണ്ട്, ഞാൻ അവനോട് പറഞ്ഞതാ അതൊക്കെ ഇന്നലെ ചെയ്ത് വെക്കാൻ, അവൻ മറന്നു പോയതാണെന്ന്, ഇതൊന്നും സാബിനോട് പറയല്ല കേട്ടോ, അവൻ്റെ ജോലി തിരക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം എന്നിട്ട് അതിനിടയ്ക്ക് നമ്മുടെ ഔതക്കുട്ടി വരുന്നുണ്ട്. അത് കാണുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവും. അലീന വേഗം ഓടി ചെല്ലുന്നുണ്ട്. അലീന ചെല്ലുമ്പോൾ വല്യപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, നീ എന്നെയും കാത്ത് നിൽക്കുമായിരുന്നോടി ചിന്നമ്മേന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കറിയായിരുന്നു വല്യപ്പച്ചൻ ഇന്ന് വരുന്നു, എവിടെയായിരുന്നു എത്ര ദിവസമായി ഇവിടുന്ന് പോയിട്ട് എന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ വല്യപ്പച്ചൻ പറയും, ഇന്നലെ അല്ലടി കൊച്ചെ ഞാൻ ഇവിടുന്ന് പോയതെന്ന്. അപ്പോൾ അലീന പറയും, ഇന്നലെയാണോ പോയത്, എനിക്ക് 5-6 ദിവസമായ പോലെ തോന്നുന്നു. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അതങ്ങനെയാണ്, സ്നേഹമുള്ളവർ 1/2 മണിക്കൂർ മാറി നിന്നാൽ പോലും നമുക്ക് ഒരുപാട് ദിവസം പോലെ തോന്നും. എന്തൊക്കെയുണ്ട് പുനലൂരത്തെ വിശേഷങ്ങൾ എന്ന് അലീന ചോദിക്കുമ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അവിടെ ആകെ കുഴഞ്ഞ് മറിഞ്ഞ് കലങ്ങി കിടക്കുക മോളേന്ന്. അതെന്താ, അവിടെ അത്രയും വലിയ മഴയും വെള്ളപ്പൊക്കെ കാണുമോ എന്ന് ചോദിക്കുന്നുണ്ട് അലീന. അപ്പോൾ വല്യപ്പച്ചൻ പറയാണ്, അതല്ലടി, നീ വന്നതറിഞ്ഞിട്ട് എല്ലാവരും അറിഞ്ഞു, നമ്മുടെ സ്റ്റാൻലിയുടെ അഞ്ജലിയിലെ ഭാര്യ വീട്ടിലറിഞ്ഞു, പിന്നെ കൊട്ടാരം മറ്റും വീട്ടിലറിഞ്ഞു, എല്ലാവരും സുനാമി വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റൊക്കെ ആയിട്ട് ഇരിക്കുകയാണെന്ന്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്നെ കൊണ്ട് അത്രയൊക്കെ പറ്റിയോന്ന്, ഇനി അവരൊക്കെ കൂടി ഇങ്ങോട്ട് വരുമോ, എന്നെയും ലാലിച്ചനെയും കൂടി പിരിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുമ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അവർ വന്നേനെ, പക്ഷേ ഇവിടെ ഉള്ളതൊരു സിംഹമല്ലേ, ആ സിംഹത്തിനെ പേടിച്ചിട്ടാണ് ഇങ്ങോട്ട് വരാത്തത്, അവൻ്റെ കയ്യിലിരിക്കുന്നത് ഇരട്ടക്കുഴൽ തോക്കല്ലേ, അതിനൊക്കെ പേടിയാണ്, അത് കാരണം ആരും അങ്ങനെ ഓടി വരില്ല എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയുണ്ട് ഇവിടുത്തെ വിശേഷങ്ങളെന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ പപ്പായ്ക്കെതിരെ നിരാഹാരം ഇരിക്കുകയാണെന്ന്. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അവൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ, അവനോട് നിരാഹാരം ഇരുന്നാൽ നീ തോറ്റു പോവുള്ളൂ, വേറെ എന്തെങ്കിലും സമരം മതിയായിരുന്നില്ലേന്ന്.
അപ്പം അലീന പറയും വല്യപ്പച്ചൻ നോക്കിക്കോ, അപ്പം എൻ്റെ അടുത്ത് വന്ന് കോംപ്രമൈസിന് വരും. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട് എന്നാലും ഇത് വേണമായിരുന്നോ, വേറെ എന്തെങ്കിലും മതിയായിരുന്നു, ശരീരം കളഞ്ഞിട്ടുള്ള ഈ വകതൊന്നും വേണ്ട മോളേന്ന്. അലീന പറയും അക്കാര്യത്തിൽ എനിക്കൊരു പേടിയുണ്ട്, അതുകൊണ്ട് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് നിരാഹാരം. ഇന്ന് ഞാൻ നിരാഹാരമാണെങ്കിൽ നാളെ മൂക്കുമുട്ടി തിന്നും, മറ്റന്ന് നിരാഹാരം എടുക്കും, അങ്ങനെ. അതുകൊണ്ട് എൻ്റെ ശരീരം നോക്കിയിട്ടുള്ള നിരാഹാരമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. വല്യപ്പച്ചൻ എന്ത് കാര്യത്തിന് എൻ്റെ കൂടെ നിന്നാൽ മതി. അപ്പോൾ വല്യപ്പച്ചൻ ചോദിക്കുന്നുണ്ട് അവനെവിടെ സ്റ്റാൻലിന്ന്. ആ പപ്പ അവിടെയുണ്ട്, എന്നാൽ ഞാൻ അവനൊന്ന് കണ്ടിട്ട് പറ്റേന്ന് പറഞ്ഞിട്ട് വല്യപ്പച്ചൻ പോവാണ്. അപ്പച്ചൻ എന്നിട്ട് സ്റ്റാൻലിയുടെ റൂമിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാൻലി ഒരു കോളിലാണ്. അപ്പച്ചനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് അപ്പച്ചൻ ഇങ്ങോട്ട് വന്നോ, ഇന്നലെ അല്ലേ ഇവിടുന്ന് പോയത്, അതാ മിനിഞ്ഞാന്നോ? അപ്പോൾ അപ്പച്ചൻ പറയണേ ഞാൻ ഇന്നലെയാടാ പോയത് ഇവിടുന്ന്, പക്ഷേ നിങ്ങൾ തമ്മിൽ ഞാനിവിടെ ഇല്ലെങ്കിൽ സംസാരിക്കില്ല എന്ന് എനിക്കറിയാം. രണ്ടുപേരും നല്ല ഉടക്കല്ലേ, മധ്യസ്ഥം പറയാൻ ഞാനല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട് അലീന ഇവിടെ നിരാഹാരം നടത്തുക, അതിനൊരു പേരിട്ടിട്ടുണ്ട്, ഉപവാസം എന്ന്. എന്നോട് അവളുടെ കളി, ഞാനാരാ മോൻ, ഞാനങ്ങനെ വിട്ടു കൊടുക്കുമോ? അപ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട് അതെനിക്ക് അറിഞ്ഞൂടെ, നിൻ്റെ അടുത്തൊന്നും നടക്കില്ല എന്ന് എനിക്കറിയാം, നീയും അവളും കട്ടയ്ക്ക് നിൽക്കണോരാ, അപ്പം ഞാനില്ലെങ്കിൽ ശരിയാവില്ല, അതുകൊണ്ട് ഞാനങ്ങോട്ട് പോന്നത് പറയും. എന്നിട്ട് നീ ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞ് സ്റ്റാൻലിനെ പിടിച്ചിരുത്തുന്നുണ്ട്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട് അപ്പച്ചൻ അലീനയ്ക്ക് വേണ്ടി സന്ധി സംഭാഷണത്തിന് വന്നാണെങ്കിൽ വേണ്ടാന്ന്. അപ്പച്ചൻ പറയുന്നുണ്ട് ഞാനെന്താ ഇന്ത്യൻ പ്രധാനമന്ത്രി, നീ പാകിസ്ഥാൻ പട്ടാള മേധാവിയോ സന്ധി സംഭാഷണം നടത്താൻ? ഞാൻ അവളുടെ സൈഡ് പറയാൻ വന്നതെന്നല്ല, നീ വിചാരിച്ചില്ല ഞാൻ അവൾക്ക് സപ്പോർട്ട് പറയാൻ വന്നതാണ്. സ്റ്റാൻലി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അപ്പച്ചൻ അവളോട് പറഞ്ഞേക്ക് എൻ്റെ അടുത്ത് നിരാഹാരം നടത്തിയിട്ട് അവളുടെ ശരീരം കളയണ്ടെന്ന്. അപ്പച്ചൻ പറയുന്നുണ്ട് കുറച്ച് ആരോഗ്യം പോയിക്കോട്ടെ, ആരോഗ്യം കൂടുമ്പോഴാണ് ഈ വക കുസൃതിയൊക്കെ, ആകെ കുറച്ച് കഴിയുമ്പോൾ നിർത്തിക്കോളും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അപ്പച്ചൻ പറയുന്നുണ്ട് അവളെ കൊണ്ട് അത്രയ്ക്ക് ശല്യമാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, അവളെ കൊണ്ടുവന്നോടത്തേക്ക് തന്നെ തിരിച്ചു വിടാം, അവളുടെ അമ്മ വീട്ടുകാർ നോക്കിക്കോട്ടെ, നമുക്ക് മാത്രമല്ലല്ലോ ഉത്തരവാദിത്തം. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട് അവരുടെ ഔദാര്യമൊന്നും എൻ്റെ മകൾക്ക് ആവശ്യമില്ല, അവളുടെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം, അല്ലെങ്കിൽ തന്നെ എനിക്ക് അവരുടെ കാര്യം ഓർക്കുമ്പോൾ ദേഷ്യം വരികയാണ്, എൻ്റെ ശത്രുത ജന്മത്തിൽ തീരില്ല, അവരുപേക്ഷിച്ചത് കൊണ്ടാണല്ലോ എൻ്റെ മോള് ഇത്രയും നാൾ അനാഥയായിട്ട് കഴിയേണ്ടി വന്നത്, അതെനിക്ക് ആലോചിച്ചാൽ ഈ ജന്മത്തെ അവരോടുള്ള ശത്രുത എനിക്ക് തീരില്ല, അവരുടെ ഔദാര്യമൊന്നും എൻ്റെ മോൾക്ക് ആവശ്യമില്ല എന്ന്. അപ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട് അവർ തന്നെയാണല്ലോ നിൻ്റെ മോളെ ഇപ്പോൾ തിരിച്ചു തന്നതെന്ന്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട് അത് അവരല്ല, ആ ബാലേന്ദ്ര മേനോനാണ്, അയാൾ നല്ലൊരു മാന്യനായതുകൊണ്ട് എൻ്റെ മോളെ എനിക്ക് തിരിച്ചു തന്നു. അപ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട് അങ്ങനെ സംരക്ഷിക്കുന്നവർക്ക് അവരെ ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്, നീ തന്നെ അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പോൾ സ്റ്റാൻലി പറയാണ് ഞാൻ അവൾക്ക് ഒരുപാട് പ്രഷർ കൊടുത്താൽ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലോ, മാത്രമല്ല ഞാനും അവളും തമ്മിൽ വലിയ ആത്മബന്ധമൊന്നുമില്ലയെന്ന്. അപ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട് അത് ശരിയാ, നിങ്ങൾ തമ്മിൽ വലിയ ആത്മബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം അവളെ പറഞ്ഞു വിട്ടാലും വലിയ പ്രശ്നമൊന്നും ഇല്ലയെന്ന്, നിനക്കും അവളോട് വലിയ സ്നേഹം ആത്മാർത്ഥത ആത്മബന്ധമൊന്നും ഇല്ലല്ലോ എന്ന് അപ്പച്ചൻ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട് അതിലൊരു വ്യത്യാസമുണ്ട് അപ്പച്ച, മക്കൾക്ക് അച്ഛനമ്മമാർ സ്നേഹിച്ചാലേ അവരോട് തിരിച്ച് സ്നേഹം തോന്നുള്ളൂ, പക്ഷേ അങ്ങനെയല്ല അവരുടെ അച്ഛനമ്മമാർക്ക്, അവരെ സ്നേഹിച്ചില്ലെങ്കിലും അവർക്ക് മക്കളോടൊരു സ്നേഹം ഉണ്ടാവുമെന്ന്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞിട്ട് അത് ശരിയാണ് നീ പറഞ്ഞത്. സ്റ്റാൻലി പറയുന്നുണ്ട് ഇന്നലെ ഇവിടുന്ന് പോയി അപ്പച്ചൻ ഇന്നിങ്ങോട്ട് ഓടി വന്ന് ചിന്നമ്മയെ കാണാനല്ലേ, അവളായിട്ട് കൂട്ടുകൂടാൻ വേണ്ടിയിട്ടല്ലേ, എന്നിട്ട് എൻ്റെ മുന്നിൽ അഭിനയിക്കുക, എനിക്കൊന്നും അറിയില്ല എന്ന വിചാരമൊന്നും. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട് നിനക്കൊക്കെ മനസ്സിലായില്ലേ, എന്നാൽ നീ മനസ്സിലാക്കാത്ത കുറച്ച് കാര്യം കൂടിയുണ്ട്. ഞാനിന്ന് വന്നിരിക്കുന്നത് നിനക്ക് കട്ട സപ്പോർട്ടായിട്ടാണ്. നിൻ്റെ ഭാര്യ വീട്ടിൽ അഞ്ചലിലും പിന്നെ നമ്മുടെ കുടുംബക്കാരോടും ഒക്കെ അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നീ ഇവിടെ ഒരു മോളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച കാര്യം, അപ്പോൾ എൻ്റെ കട്ട സപ്പോർട്ട് നിനക്കുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാലിച്ചൻ പറയുന്നുണ്ട് എനിക്ക് തന്നെ അപ്പച്ചൻ്റെ സപ്പോർട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നീ ഒരുപാട് അഹങ്കരിക്കലല്ല ലാലിച്ച എന്ന് പറയുന്നുണ്ട് അപ്പച്ചൻ. അവിടെ ആൽബിയും റോബിയൊക്കെ നിന്നോട് ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലാലിച്ചൻ പറയുന്നുണ്ട് ചോദിക്കട്ടെ, ആരാണെങ്കിൽ എന്നോട് വന്ന് ചോദിക്കട്ടെ, ഞാൻ അവർക്ക് മറുപടി കൊടുത്തോളാന്ന്. അപ്പച്ചൻ പറയുന്നുണ്ട് ഞാൻ അലീനോട് പോയിട്ടൊന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് വല്യപ്പച്ചൻ നേരെ അലീനയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അലീന വന്ന് വാതിൽ തുറക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് കിണറിനെ കണ്ടോ, വിശേഷങ്ങളൊക്കെ പറഞ്ഞോന്ന്. അപ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട്
അവന് ഭയങ്കര ദേഷ്യത്തിലാണ്. അവൻ ചിലപ്പോൾ പുനലൂർക്ക് പോയേക്കുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്നെ ചോദിക്കുന്നുണ്ട് എൻ്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞോന്നും. ആ, നീ ഭയങ്കര അഹങ്കാരിയാന്ന് അവൻ പറയുന്നത്. ഞാൻ പറഞ്ഞു നിന്നെ പാലേക്ക് എന്നെ വണ്ടി കയറ്റി വിട്ടോളാൻ. അപ്പോൾ എന്നെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കേണൽ എന്ത് പറഞ്ഞോന്നും. അവനൊന്നും പിടുത്തം തരുന്നില്ല. അവന് മനസ്സിലായി ഞാൻ എൻ്റെ കക്ഷിക്കാരനാണെന്നും. എന്നിട്ട് അലീനോട് അപ്പച്ചൻ ചോദിക്കുന്നുണ്ട് ഈ ശരീരം കേടാക്കണ ഉപവാസം വേണോ മോളേന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട് ശരീരം കേടായാലും കുഴപ്പമില്ല അപ്പച്ച, വേറൊരാളുടെ മനസ്സിൻ്റെ കേട് തീർക്കാനല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ലാന്ന്. അപ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട് ഇതൊന്നും സ്റ്റാൻലി കേൾക്കണ്ട. അപ്പം എന്നിട്ട് അലീന പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, സ്റ്റാൻലി പപ്പിയും ഭാര്യയും വീട്ടുകാരും ബന്ധുക്കളൊന്നായിട്ട് ഒരു ബന്ധമില്ല. സ്റ്റാൻലി പപ്പയുടെ ഭാര്യയൊന്നും ഇതുവരെ ഇങ്ങോട്ട് വന്നില്ലല്ലോ, എന്താ അപ്പച്ച ഒരു തമ്മിലുള്ള പ്രശ്നം? അപ്പച്ചൻ എന്നോടൊന്നും പറയുന്നില്ലല്ലോ എന്ന്. അപ്പം അപ്പച്ചൻ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല മോളേന്ന്.